നമ്മൾ ആക്ച്വലി പാൽത്തു ജാൻവർ വി ഡിഡ് ഇറ്റ് പ്രൊഡക്ഷൻ, പക്ഷെ ഞാൻ ബേസിലെ കണ്ടിട്ടേ ഇല്ല, സെറ്റിൽ പോയിട്ടേ ഇല്ല. നീയല്ലേ അഭിനയിക്കുന്ന അവിടെ വന്നിട്ട് എന്തിനു കാണാൻ? എന്ത് കാണാൻ? എന്റെ പൈസ പൊക്കോണ്ടിരിക്കുന്നത് കാണാനോ? ഒരു സെറ്റിൽ നമ്മൾ പോയി നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ പഠിക്കാനാണല്ലോ. ഇവന്റെ ആക്ടിങ് കണ്ടിട്ട് എന്ത് പഠിക്കാൻ? അതുകൊണ്ട് ഞാൻ ആ സെറ്റിൽ പോയി. കമ്മിങ് ബാക്ക് ടു ദി സീരിയസ് തിങ്, ബെറ്റർ ആൻസർ ആഫ്റ്റർ ദിസ്. എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ? എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ജനഗണമനയിൽ നസ്രിയായിരുന്നെങ്കിലേ പ്രാക്ടീസ് ഇല്ലാണ്ട് അടിച്ചേനെ പറന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഈ കുറച്ച് കുറവുള്ളവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായി. വാട്ട് ഡിഡ് യു എക്സ്പെക്ട്? ബേസിൽ എങ്ങനത്തെ ആളാന്ന് വിചാരിച്ചത്? അല്ല, so I've heard like that and people have told me നിന്നെ പോലെ same energy, you know, he's also like this. കണ്ടപ്പം I was like, it was like people are like, hey, calm down guys. എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. അല്ല, എനിക്ക് എന്റെ അടുത്ത് അതിന്റെ ചോദ്യം തന്നെയല്ലേ, സെയിം ആൻസർ തന്നെയല്ലേ, സെയിം എക്സ്പെക്ടേഷൻ. എന്റെ അടുത്ത് ചോദിച്ചത് നിനക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവൂലേ ലൈഫില്? വേറെ ഇല്ലേ? ഇല്ല, അത് തന്നെ ഡയറക്റ്റ് ചെയ്യാത്ത ഇപ്പൊ കുറച്ചു കാലമായിട്ട്. അല്ല, എനിക്ക് തന്നെയായിരുന്നു, ഞാനും ഇതൊക്കെ തന്നെ കേട്ടിട്ടുള്ളത്. ശ്യാമേട്ടനും സുഷിനൊക്കെ ഇങ്ങനെയൊക്കെ പറയായിരുന്നു, ഓ മറ്റവളുണ്ടല്ലോ എന്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ നീ ചെറുപ്പം മുതലേ ഞാൻ ടിവിയിലൊക്കെ കാണാറില്ല. എനിക്ക് അമ്മ ചോറ് വാരി തരുമ്പോഴൊക്കെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള? ആ കുട്ടിയാണോ എവരിബഡി കുറച്ച് കാലായി ഒരാപത്ത് വരണുണ്ടല്ലോ. നോം പ്രവചിച്ച അച്ചട്ട ആ ആപത്ത് ഇപ്പൊ സംഭവിച്ചു തീരൂ. ഇവന് മൂത്താപ്പാക്ക് ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോഴേ എന്നെ കണ്ടോണ്ടിരുന്നേന്ന്. ഇവൻ അതേ പ്രായം തന്നെയായിരുന്നു എനിക്കും. അവൻ മൂക്കൊലിപ്പിച്ചോണ്ട് നടന്നു, ഞാൻ കുറച്ച് നല്ലപോലെ കിട്ടിയാ. എല്ലാരും കണ്ടതായിരുന്നല്ലോ അല്ലേ? പാവം ചൊവ്വി പൂജ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് കർമ്മ വാസ് വെരി ഫാസ്റ്റ്. കാണിക്കൂ അത്. എനിക്കതൊന്ന് കാണും. അവള് ആ സമയത്ത് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. വൈറലാകളുണ്ട് ഇവിടെ പോലെ കണ്ടോ? ഇതാ ഹൈലൈറ്റ്. ഞാനേ ബേസിലിന് ഇപ്പഴാ കണ്ടത്. എന്നെയാണ് കാണുന്നത്. പുള്ളിയാണല്ലോ അംബാസിഡർ ഓഫ് ജയിച്ച ടീം. കർമ്മ വാസ് വെരി ഫാസ്റ്റ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.